ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഞങ്ങൾ മാർക്കറ്റിംഗ് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, അക്കൗണ്ട്സ് നമ്മൾ തന്നെയാണ്, ബെഡ് ഇടാനും കയറും, അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് ഡിഗ്രി പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു സംരംഭത്തിലേക്ക് വന്നത്. ഇപ്പോൾ നടക്കുന്നതാണ് ബെഡ് മേക്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ഹൈടെക് മഷ്റൂം ഫാമാണ് ഇപ്പോൾ ഞങ്ങളുടേത്. ഇവിടെ ഒരു 9ഓളം വെറൈറ്റി കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് 9 കളറാണ് വരുന്നത്. ഇപ്പം ഇതുണ്ട്, ഇത് പിങ്ക് ഓയിസ്റ്റർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതൊരു സാധാരണ മഷ്റൂം അല്ല, മറ്റു മഷ്റൂമിനും കാട്ടിലും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു മഷ്റൂമാണ് ഇത്. നമുക്ക് പണ്ട് കാലത്ത് അറിയാം, ഇടിവെട്ടി മഷ്റൂം വരുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറും കൂടെ ആയിട്ടാണ് ഈ ഒരു മഷ്റൂം വരുന്നത്. ഞങ്ങൾ ആളുകൾക്കിടയിൽ എത്തിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ക്വാളിറ്റിയും മനസ്സിലായപ്പോൾ ആളുകൾ ഇവിടെ നമ്മളെ തേടി സമീപിച്ച് നമ്മുടെ ഫാമിൽ വന്ന് തന്നെ മേടിക്കുന്നുണ്ട്. ഹെൽത്തിനും അതുപോലെ തന്നെ ഈ ക്യാൻസർ സെല്ലിനെ പ്രതിരോധിക്കാനും ഏറ്റവും മികച്ചൊരു മഷ്റൂം കൂടിയാണ് ഈ ഒരു മഷ്റൂം. നമ്മൾ നോർമലി കണ്ടിട്ടുള്ളതിൽ കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടിയൊരു മഷ്റൂമാണ് ഇത്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു 9ഓളം വെറൈറ്റി നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിത് മാർക്കറ്റിൽ ഇപ്പം കിട്ടുന്ന വെറൈറ്റിയിൽ നിന്നും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ഈ 3 പേര് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നോർമലി ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ CO2 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് അതിൽ നിന്നും കൂടെ കുറച്ചും കൂടെ ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു HU വെറൈറ്റിയാണ്. ഇത് മറ്റ് വെറൈറ്റിയെ കാട്ടിലും കുറച്ചും കൂടെ ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റുമാണ്. കൂടാതെ തന്നെ നമുക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടെസ്റ്റ് ഫീൽ ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ ഫാം തൃശ്ശൂരിലാണെങ്കിലും ഞങ്ങൾ മൂന്ന് ജില്ലക്കാരാണ്. എൻ്റെ പേര് അഖിൽ, എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. ഇത് സഹദ്, സ്ഥലം വരുന്നത് കൊല്ലമാണ്. ഇത് അൻസിൽ, സ്ഥലം വരുന്നത് കോട്ടയമാണ്. ഞങ്ങൾ പഠിച്ചത് കോട്ടയത്താണ്. കോട്ടയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു 3 പേര് ഹോസ്റ്റലിലായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു പ്ലാനിങ് ആയത്. പിന്നെ കൂടാതെ ഞങ്ങളൊരു 3 പേര് അത്ലറ്റും കൂടെയാണ്. ഗ്രാജുവേഷൻ സമയത്ത് തന്നെ ഒരു പുതിയതായിട്ടൊരു ഇന്നോവേഷൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അഖിൽ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടൊരു മഷ്റൂം ഫാം. അപ്പോൾ അതിനൊപ്പം പിന്നെ അവൻ്റെ കൂടെയും കൂടി ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് ഇതിൻ്റെ ബാക്കപ്പിലാണ്. ഒരു 8 മന്ത്സോളം ഇതിൻ്റെ പ്ലാനിങ്ങും ഫാമിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. ഇപ്പോൾ ഒരു 2 to 3 months ആയിട്ട് നമ്മളിപ്പോൾ വിളവെടുപ്പ്, ഹാർവെസ്റ്റിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡ് ഇപ്പോൾ ഹോം മഷ്റൂം എന്ന പേരിലാണ് നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മുടെ സാധനങ്ങൾ എത്തുന്നത്. നമ്മുടെ പാക്കിങ്ങും ഹാർവെസ്റ്റിംഗ് എല്ലാം രാവിലെ 4 മണിയാകുമ്പോൾ തുടങ്ങും. ഇതാണ് ഞങ്ങളുടെ ഡെലിവറി സ്റ്റൈല്. ഞങ്ങളിപ്പോൾ ബാഗിൽ ഇങ്ങനെ എല്ലാ വീടുകളിലോട്ടാണ് ഇങ്ങനെ എത്തിക്കുന്നത്. പിന്നെ ഈ വടക്കാഞ്ചേരി, മങ്ങാടി ഉള്ള ഏരിയയിലെല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഒരു 20 minutes കൊണ്ട് എത്തിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഞങ്ങൾ മാർക്കറ്റിംഗ് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, അക്കൗണ്ട്സ് നമ്മൾ തന്നെയാണ്, ബെഡ് ഇടാനും കയറും, അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ തൃശ്ശൂർ ജില്ല മുഴുവൻ കവർ ചെയ്യുന്നെങ്കിലും അടുത്തൊരു 6 months കൊണ്ട് നമ്മൾ കേരളം മൊത്തത്തിൽ കവർ ചെയ്യാനുള്ള പ്ലാനിലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയകൾ വരുന്നത്. നമുക്കിവിടെ 11 മുറികളുണ്ട്. ഇവിടെ 11 മുറികളും 11 പാർട്ടീഷനായിട്ട് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. ഈ 11 മുറികളിൽ നമ്മൾ വ്യത്യസ്തമായ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അതിന് ഓരോന്നിനും ഓരോ ടെമ്പറേച്ചറും ഓരോ സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. A1 തൊട്ട് A11 വരെ നമുക്ക് ഈ ഏരിയകളെല്ലാം വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് A4 എന്ന് പറഞ്ഞൊരു റൂമാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇങ്ങനത്തെ 11 റൂമുകളിൽ വ്യത്യസ്തമായി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പ്രൊഡക്ഷൻ റൂമാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ നമുക്ക് ഏകദേശം 1550ഓളം ബെഡുകൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നത്. CO2 എന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്കലി മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് ഞങ്ങൾ ഈ ഒരു റൂമിൽ കൾട്ടിവേഷൻ ചെയ്തു വരുന്നത്. ഈ ഒരു പ്രൊഡക്ഷൻ റൂം നമുക്ക് മൊത്തം ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു 9ഓളം വെറൈറ്റി കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 9 കളറാണ് വരുന്നത്. ഇപ്പം ഇതുണ്ട്, ഇത് പിങ്ക് ഓയിസ്റ്റർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതൊരു പേൾ ഓയിസ്റ്റർ എന്ന് പറയുന്നത്, ഇതിൻ്റെ കളർ വൈറ്റ് ആണ്. ഇതൊരു HU എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കളർ കണ്ടില്ല, ഒരു ഗ്രേ കളറാണ്. നമ്മൾ മാർക്കറ്റിംഗ് സൈഡിൽ പോയപ്പം കളർ ഒരു മെയിൻ ഒരു ഘടകമായിരുന്നു. ആളുകൾക്കിടയിൽ ഒരു വൈറ്റ് കളറുള്ള ഒരു മഷ്റൂമായിരുന്നു നല്ലൊരു മഷ്റൂം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് സൈഡ് നമുക്ക് ആദ്യം ഒരു വലിയൊരു ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു. ഞങ്ങൾ ആളുകൾക്കിടയിൽ എത്തിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ക്വാളിറ്റിയും മനസ്സിലായപ്പോൾ ആളുകൾ ഇവിടെ നമ്മളെ തേടി സമീപിച്ച് നമ്മുടെ ഫാമിൽ വന്ന് തന്നെ മേടിക്കുന്നുണ്ട്. ഈ കാണുന്ന റൂമിൽ നമ്മൾ ഏകദേശം 1550ഓളം ബെഡുകളുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്ന വെറൈറ്റി ബ്ലൂ ഓയിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഇവിടെ ചില്ലർ AC ആണ് നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമുക്ക് ഇവിടെ നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് വളരെ ചെറിയ ടെമ്പറേച്ചർ 18 ആണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇതാണ് ബ്ലൂ ഓയിസ്റ്റർ എന്നൊരു പറഞ്ഞൊരു വെറൈറ്റി. നമുക്ക് ലോക്കലി കിട്ടുന്നതിനെക്കാട്ടിലും ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ആണ് ഇതിന്. എല്ലുകൾക്ക് നല്ലൊരു ബലം കിട്ടും ഇത് ഈ ഒരു നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ. അങ്ങനെയുള്ള കുറച്ച് നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു മഷ്റൂം കൂടിയാണ് ഈ ബ്ലൂ ഓയിസ്റ്റർ. അടുത്തൊരു വെറൈറ്റിയാണ് ഇത് HU വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ കാണുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് കൂടിയൊരു വെറൈറ്റിയാണ് ഈ HU വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഈ പ്രൊഡക്ഷൻ റൂമിൽ മൊത്തം നമ്മൾ ഈ ഒരു വെറൈറ്റിയാണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്. ഇതൊരു വേറൊരു വെറൈറ്റി മഷ്റൂമാണ്. ഇത് ഫ്ലോറിഡ എന്ന് പറയും. നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ്. അപ്പോൾ ഇത് മറ്റ് മഷ്റൂമിനും കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റ്
വലിയ കുഴപ്പമില്ല, എന്നാലും ഓക്കെയാണ്. ഈ ഒരു വെറൈറ്റി മഷ്റൂം എന്ന് പറയുന്നത് പിങ്ക് ഓയിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഈ മഷ്റൂമിൽ ധാരാളം ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള സെല്ലുകൾ വളരെ കൂടുതലാണ്. ഈ മഷ്റൂം നമ്മൾ ഡ്രൈ ചെയ്ത് നമ്മുടെ ഫുഡിനോട് ഉൾപ്പെടുത്തുന്നത് വളരെ ഹെൽത്തിന് മികച്ചൊരു മഷ്റൂം കൂടിയാണ് ഈ ഒരു മഷ്റൂം. ഈ കാണുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് മിൽക്കി മഷ്റൂം എന്നാണ്. ഇത് കൂടുതൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. നമുക്ക് പണ്ട് കാലത്ത് അറിയാം, ഇടിവെട്ടി മഷ്റൂം വരുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറും കൂടെ ആയിട്ടാണ് ഈ ഒരു മഷ്റൂം വരുന്നത്. ഞങ്ങൾ ഈ ഒരു ഫാമിംഗ് ചൂസ് ചെയ്തപ്പോൾ തന്നെ എങ്ങനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് ഒരു ഫാം ചൂസ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഈ ഫാമിങ്ങിന് വേണ്ടിയുള്ള A to Z കാര്യങ്ങളും, അതായത് വിത്ത് ഉൽപ്പാദനം മുതൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് വരെ നമ്മൾ വളരെ കൃത്യമായിട്ടായിരുന്നു നമ്മൾ എല്ലാം നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബെഡ് നമ്മൾ തയ്യാറാക്കി അത് നമ്മൾ മാർക്കറ്റ് ഇറക്കി അത് എങ്ങനെ ജനങ്ങൾക്ക് നല്ല സാധനം കൊടുക്കുക എന്നുള്ള എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. നമുക്ക് ഇതിന് ഈ ബെഡിന് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഇതിൻ്റെ വിത്ത് ഉൽപ്പാദനം എല്ലാം നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ലെവലായിട്ടുള്ളൊരു ലാബിൻ്റെ സജ്ജീകരണങ്ങളുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ തന്നെ കൂടുതൽ സമയം കണ്ടെത്തി പല രീതിയിൽ നമ്മൾ ബെഡുകൾ റിസർച്ച് ചെയ്ത് പല മെത്തേഡിലൂടെയാണ് ഞങ്ങൾ ഈ ഒരു ഇപ്പം കാണുന്ന ഈ ഒരു ലെവലിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാൻ ഈ മഷ്റൂം ഫാമിൽ തുടങ്ങും മുന്നേ വീട്ടിൽ ടെറസിന് മുകളിലാണ് ഞാൻ ആദ്യം ഒരു ട്രെയിൽ ചെയ്ത് നോക്കിയത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് നല്ലൊരു സക്സസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. മാർക്കറ്റിംഗ് സൈഡ് ആയാലും അല്ലെങ്കിൽ കൾട്ടിവേഷൻ ഏരിയയിൽ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വലിയൊരു മെത്തേഡിലേക്ക് ഞങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വാല്യൂ അഡീഷണൽ പ്രോഡക്ട്സും കൂടെ നമ്മൾ ഒരു ട്രയൽ അടിച്ചായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾക്കൊരു സക്സസ് ആയി കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ബൈ പ്രോഡക്ട്സ്, ഒരു 20ഓളം ബൈ പ്രോഡക്ട്സ് ഉണ്ട്, അതും നമ്മൾ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. ഞാനൊരു ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 6 years വരെ ആയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ഹൈടെക് മഷ്റൂം ഫാമാണ് ഇപ്പോൾ ഞങ്ങളുടേത്. ഞങ്ങൾക്ക് മൊത്തം 11 പ്രൊഡക്ഷൻ റൂമുണ്ട്. ഈ 11 പ്രൊഡക്ഷൻ റൂമിൽ ഓരോ വ്യത്യസ്തമായ ടെമ്പറേച്ചറാണ് നമ്മൾ സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 9ഓളം നമുക്ക് വെറൈറ്റി ഉണ്ട്. ഈ 9ഓളം വെറൈറ്റിക്ക് നമ്മൾ 9 ടെമ്പറേച്ചറാണ് നമ്മൾ കീപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിന് പറ്റിയ നമ്മൾ AC-യും അതുതന്നെ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം, പിന്നെ നമുക്ക് കുറച്ചും കൂടെ ചൂട് അധികമായിട്ട് വേണ്ട മഷ്റൂംസ് ഉണ്ട്. അപ്പോൾ അതിന് ഹീറ്ററൊക്കെ വെച്ച് നമ്മൾ ഒരു ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ കാണുന്ന ഈ ഇത്രയും വെറൈറ്റി മഷ്റൂം കൾട്ടിവേഷൻ ചെയ്യുന്നത്. നമുക്ക് ഈ 9 വെറൈറ്റി മഷ്റൂമിന് അതിൻ്റെ ഹാർവെസ്റ്റ് ടൈം വരുന്നത് വ്യത്യസ്തമാണ്. നമുക്ക് ഇപ്പോൾ ഈ വെറൈറ്റി മഷ്റൂംസ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മൊട്ട് വന്നിട്ട് 3-ാമത്തെ ദിവസം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു മഷ്റൂമിനാണെങ്കിൽ ചില മഷ്റൂമിന് മൊട്ട് വന്ന് 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫാമിൻ്റെ മിക്ക എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ 3 പേരും നിന്നാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് അധികമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സഹായിക്കാൻ ഇവിടെ ഫാമിന് അടുത്ത് ചുറ്റുപാടുള്ള ഒരു 2-3 ചേച്ചിമാരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് തൃശ്ശൂരിലെ പല ജില്ലകളിൽ ഞങ്ങളുടെ ഹോം മഷ്റൂം എന്ന ബ്രാൻഡിൽ ഞങ്ങളുടെ മഷ്റൂം പല ജില്ലകളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റു ജില്ലകളിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ മഷ്റൂം എത്തിക്കാനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ കൂടെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിൻ്റെ കപ്പാസിറ്റി ടോട്ടൽ വരുന്നത് 500 kg ആണ്. നമുക്കിപ്പം കറൻ്റിലി ഒരു 100 kg വരെ നമുക്കിപ്പോൾ ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ട്. നമ്മളിനി ഗ്രാജുവലി ഈ ഒരു 500 നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ പഠനകാലത്ത് നിന്നും വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ് ഞങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 മണി തൊട്ട് ഞങ്ങൾ ഈ ഫാമിൻ്റെ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ഒരു സംരംഭത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 9 മണി to 5 മണി വരെ എന്നൊരു ടൈമില്ല. നമ്മൾ 24 hours നമ്മൾ ഇതിന് വേണ്ടി പുറകിൽ നടന്ന് ഇതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ആണ് നമ്മൾ ഇതൊരു നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സാധിക്കത്തുള്ളൂ. അപ്പോൾ മറ്റു ജോബുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് 24 hours നമ്മൾ ഇതിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരിക എന്നതാണ് മറ്റൊരു കാര്യം. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളിപ്പം പഠനം നിർത്തിയിട്ടില്ല. കൂടാതെ തന്നെ നമ്മളിപ്പോൾ PG കറണ്ടിൽ ചെയ്യുന്നുമുണ്ട്.